നമുക്കിനി കേരള ലഹരി വിരുദ്ധ കർമ്മസേനയുടെ പ്രസിഡന്റ് ഞാനാണ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരുന്നത്. പേരെന്താ? തോമസ് കരിപ്പ്. ഗായകരൊന്നുമില്ല, ഞങ്ങൾ പാട്ടുപോലെയല്ല, ഞങ്ങളുടെ ലഹരി സംഗീത ഇവിടെ എല്ലാ ദിവസവും ഉണ്ട്. ചാലക്കുടി മുനിസിപ്പാലിറ്റി ലഹരിയാക്കണം കേട്ടോ സാറേ. തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തും അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വലിയ റോളുള്ളത് നിങ്ങൾക്കാണ്. അപ്പൊ എന്തായിരിക്കും? അല്ല, അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ലഹരിക്കെതിരായിട്ടുള്ള പ്രചാരണം അതിശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ നിങ്ങൾ എനിക്ക് എൻഫോഴ്സ്മെന്റ് നിങ്ങൾ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും നിങ്ങളുടെ നീക്കങ്ങൾ പൊതുവെ? അത് നമ്മുടെ ഇപ്പോ ലഹരിയുടെ അത് ആദ്യ ഉപയോഗത്തിൽ തന്നെ ആവർത്തനത്തിലേക്കും അന്ത്യത്തിലേക്കും പോകുന്ന മാരകമായ രാസലഹരിയുടെ ഒരു അതാണ് പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായിട്ട് എക്സൈസിലും പോലീസിലും വളരെ എൻഫോഴ്സ്മെന്റ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അവയർനെസ് പ്രോഗ്രാം ഉണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഏക DAD സെന്റർ ചാലക്കുടിയിലാണ്, ചാലക്കുടി താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അപ്പം നമ്മുടെ ഈ ജില്ലയിൽ 8 പേർക്ക് അവിടെ കിടന്ന് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട MLA സഹകരിച്ചിട്ട് അത് 22 പേർക്ക് ചികിത്സിക്കാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സംവിധാനം കൂടി ഒരുക്കുകയാണ്. അതിന് നമ്മുടെ ഇവിടുത്തെ ചാലക്കുടി നഗരസഭയുടെയും വളരെ പിന്തുണയുണ്ട്. ബഹുമാനപ്പെട്ട സർക്കാരിൽ നിന്ന് അത് അനുവദിച്ച് കിട്ടുന്ന മുറയ്ക്ക് ജില്ലയിലെ നിരവധി കുഞ്ഞു കുട്ടികൾ ഇതിൽ ബന്ധപ്പെട്ട് വരികയാണ്. അവർക്ക് മികച്ച ചികിത്സ കൊടുത്തുകൊണ്ട് അവരെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളാക്കി വാർത്തെടുക്കുന്നതിന് വേണ്ടി എക്സൈസ് വകുപ്പ് വളരെ പ്രതിജ്ഞാബദ്ധമാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ പ്രവർത്തനത്തിന് അതിശക്തമായ പിന്തുണ ജനങ്ങളിൽ നിന്നുണ്ട്. ഇതൊരു ലൈസൻസാണ് നിങ്ങൾക്ക് ഡീൽ ചെയ്തോണം. അപ്പൊ VP Lakeshore പ്രസിഡന്റ് SK പോട്ടിയിൽ ഈ ഒരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞ് നമുക്ക് ഈ കുട്ടികളിലേക്ക് വരാം. നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്.